ശബരിമല തീർത്ഥാടകർ പമ്പയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ കർശന നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. പമ്പയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് ആചാരമല്ലെന്ന് ഭക്തരെ ബോധ്യപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. പമ്പ മലിനപ്പെടരുതെന്നും ബോധവൽക്കരണ ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്നും ഹൈക്കോടതി. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പക്ഷേ ഇപ്പോഴും അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കോടതിയും അത്തരത്തിലാണോ നിരീക്ഷിക്കുന്നത്? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? എന്നെ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പ ദർശനം കഴിഞ്ഞ് മലയിറങ്ങുന്ന ഭക്തർ പമ്പയിൽ വന്ന് അവിടെ കുളി കഴിഞ്ഞ ശേഷം വസ്ത്രങ്ങൾ അവിടെ ഉപേക്ഷിച്ചു പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ നേരത്തെ തന്നെ പെടുത്തിയതാണ്. വളരെ തവണ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത് പാടില്ല എന്ന് കോടതികളും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒക്കെ പലതവണ നിർദ്ദേശം അവിടെ ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് പമ്പാ തീരത്ത്. പക്ഷേ ഇപ്പോഴും അത് നിർബാധം തുടരുന്നു എന്നതുൾപ്പെടെയുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് പമ്പാ നദി മലിനപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുറെ കൂടി ഗൗരവമായ സമീപനം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ഇത് ഭക്തരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വിപുലമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കണം. പ്രത്യേകിച്ച് പമ്പയുടെ തീരത്ത് നിർത്താതെയുള്ള അനൗൺസ്മെന്റ് മുഴക്കണം, അവിടെ ക്യാമറകൾ സ്ഥാപിക്കണം എന്നതുൾപ്പെടെയുണ്ട്. ഒപ്പം തന്നെ ഇതിനെ ബോധവൽക്കരണം നടത്തുന്ന രൂപത്തിലുള്ള ദൃശ്യങ്ങൾ പമ്പയുടെ തീരത്ത് പ്രദർശിപ്പിക്കണം. മാത്രമല്ല KSRTC ബസ്സുകൾ, പ്രത്യേകമായി അയ്യപ്പ ഭക്തർക്ക് വേണ്ടി സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളിൽ ഉൾപ്പെടെ ഇത് സംബന്ധിച്ച അവബോധം നടത്തണം. മാത്രമല്ല നിരന്തരം ഇത്തരം നടപടികൾ ഉണ്ടായാൽ പമ്പ മലിനപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊരു ആചാരമല്ല എന്നത് കൃത്യമായി ഭക്തരിലേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകണം, നടപടികൾ ഉണ്ടാകണമെന്നാണ് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ധന്യ.